Hello guys, welcome back to my channel. It's me എല്ലാവർക്കും നമസ്കാരം. ഗയ്സ് അപ്പോൾ നമ്മൾ വെച്ചാൽ നിങ്ങൾക്ക് വിചാരിക്കേണ്ട വേർഡിയാണ് ഇപ്പോൾ സ്റ്റുഡിയോ നിന്ന് മാറിയാൽ പുറത്ത് വന്നിരിക്കുകയാണ്. വീട്ടിൻ്റെ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കുറച്ച് നല്ല ലൈറ്റിംഗ് കിട്ടും വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ ഇൻട്രോ മേക്ക് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ന്യൂ ഇൻട്രോവർട്ട്. അപ്പോൾ അത് ഒരുപാട് ആൾ കമൻറ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതെങ്ങനെയാണ് ഗയ്സ്. അപ്പം അത് ഉണ്ടാക്കുന്ന രീതി ഒരു വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു 2-3 ഫോട്ടോസ് മാത്രം ഉണ്ടെങ്കിലും അവർ തന്നെ സോങ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഈസി മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ എനേബിൾ ചെയ്തെടുക്കാം. നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ വരിക്കണ്ട ഇന്ന് ഗിവ് അവേ വീഡിയോ വരുന്നു പറഞ്ഞല്ലേ മീൻസ് ഞാൻ നമ്മുടെ ഗിവ് അവേ അക്കൗണ്ട് തരുന്ന അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് അവരിപ്പോൾ ഏകദേശം 95 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനി 5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ വരുന്ന പറഞ്ഞത്. എന്താ വെച്ചാൽ ജാടയെന്നുണ്ടായതുകൊണ്ടല്ല ഗൈസ്. അപ്പം ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് 100 സബ്സ്ക്രൈബേഴ്സ് ആണ്, എന്നാലും 100 സബ്ബിൻ്റെ അടുത്തെത്തിന് 5 സബ്ബേ വേണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു അതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം നാളെ ഞായറാഴ്ചയാണ്. അപ്പം നാളെ എന്തായാലും മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ കാത്തിരിക്കാൻ. നാളെയാണ് നമ്മുടെ ഗിവ് അവേ റിസൾട്ട് വീഡിയോ വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഗിവ് അവേ വീഡിയോ ഇടാവോ എന്നില്ല പോളിസി എനിക്കറിയില്ല. എനിക്ക് ശരിക്കൊന്ന് ആർക്കും ഒന്നും അറിയെങ്കിൽ ഗിവ് അവേ റിസൾട്ട് വീഡിയോ ഇടാവുന്നില്ലതിൻ്റെ നിങ്ങൾ ഉണ്ടെങ്കിൽ പോളിസി നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗിവ് അവേ പോളിസി പാലിച്ചിട്ട് ഗിവ് അവേ റിസൾട്ട് വീഡിയോ ഇടാവോ എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നേരെ പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൽ ഒരുപാട് തരത്തിലെ ട്രാൻസിഷൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇൻട്രോ മേക്കറാണ്. ഇൻട്രോ മേക്കർ എന്നല്ല, ഇതൊരു നമുക്കിപ്പം ഒരാളെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ വീഡിയോസ് ആക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ മാറ്റി നമുക്ക് ഇത് വേണം കൂട്ടാം. അതുപോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇതിലാണ് നമ്മുടെ ഇൻട്രോ മേക്ക് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ നൽകുന്ന വീഡിയോ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നമുക്ക് കൈൻമാസ്റ്റർ യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ നൽകിയ സംഭവമൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ കൈൻമാസ്റ്ററിന് കുറച്ച് എഡിറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ പെർഫെക്റ്റ് ആയി ഇൻട്രോ ആക്കിയത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ഇൻട്രോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കയറിയല്ല വേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് 2 ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കയറിയിട്ട് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലോഗോ നമുക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് പിക്സാർട്ട് എടുത്താൽ നമുക്ക് ഇവിടെ ടൂൾസിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഷേപ്പ് ക്രോപ്പ് എന്നുണ്ടാവും. ഷേപ്പ് ക്രോപ്പ് എന്നൊരു സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സർക്കിൾ എന്ന് ചെയ്യുക. അടിയിലായിട്ട് സർക്കിൾ കാണാൻ പറ്റും. അപ്പോൾ സർക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വലുതാക്കിയിട്ട് സർക്കിളിലായിട്ട് കൃത്യം ഫിറ്റായി നിൽക്കുന്നതായിരിക്കും. നമ്മുടെ ലോഗോയുടെ സൈസിന് അങ്ങോട്ട് കൃത്യം ഫിറ്റായി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 2 ഫോട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മുടെ സേവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫോട്ടോ നിർമ്മിക്കാം. ഇപ്പം കണ്ടു വെച്ചാൽ നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ എടുത്തിട്ട് അതിൽ നമുക്ക് 19:6 റേഷ്യോയിൽ ഒരു നീളത്തിലെ ഫോട്ടോ ആക്കാം. അത് തിരിച്ചാൽ മതി, നമുക്ക് നീളത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഇപ്പം സേവ് ചെയ്ത ഫോട്ടോ ഇല്ല നമ്മുടെ ലോഗോ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം നമുക്കിത് ആഡ് കൊടുക്കാം. ആഡ് ഫോട്ടോയിൽ നമുക്ക് ആഡ് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ സെൻട്രലായിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ഫോട്ടോയിൽ 1ാമത്തെ ഫോട്ടോ പോയി, 2ാമത്തെ ഫോട്ടോ നമ്മുടെ ചാനലിൻ്റെ പേരാണ്. അപ്പോൾ അത് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഞാനിവിടെ ഒരു മഞ്ഞ കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തത്. അതേപോലെ തന്നെ ക്രോപ്പിൻ്റെ ഓപ്ഷനിൽ 19:6 അത് നമുക്ക് നേരെ ഉള്ളത് ഒന്ന് ഓപ്ഷൻ സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതാക്കിയ ശേഷം നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്നുള്ളതുണ്ടാവും. ആഡ് ഫോട്ടോ അല്ല ചെയ്യേണ്ട കേസ്. അപ്പോൾ സോറി, നമുക്ക് നമ്മുടെ ആഡ് ടെക്സ്റ്റ് ഉണ്ടാവും. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ നെയിം, അജു ടെക്നോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനത്തെ ഫോണ്ടാണ് വെച്ചാൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രോക്കും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഔട്ട്ലൈനും കാര്യമൊക്കെ. അതും കൂടെ ആയാൽ നമുക്ക് ഇതിവിടെ സേവ് ചെയ്യാം. അപ്പോൾ 2 ഫോട്ടോ ആയിട്ടുണ്ട്. നമ്മുടെ 2 മെയിൻ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കയറുന്ന പരിപാടി. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടുന്നില്ല, അവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. നെയിം പറയാത്തത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് കയറാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഇത് കാണാൻ പറ്റും. അത് അതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഇൻസ്റ്റാൾ ആക്കാം. ഇപ്പം ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമുക്ക് ഇതിനകത്തേക്ക് ഡയറക്റ്റ് കയറാം.
ആപ്ലിക്കേഷൻ പറയുമ്പോൾ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. നമുക്ക് കാര്യങ്ങളും ചെയ്യേണ്ട ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ട്രാൻസിഷൻ അടങ്ങിയ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. മോഡേൺ അതിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ 2 ഫോട്ടോ ഞാനിപ്പം കാണിച്ചിരുന്ന 2 ഫോട്ടോ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പിക്സാർട്ടിൽ ചെയ്ത 2 ഫോട്ടോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പിക്സാർട്ടിൽ മേക്ക് ചെയ്ത 2 ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നമ്മുടെ മോഡേണിലെ ഓപ്ഷനിലേക്ക് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടിക്ടോക്കിൻ്റെ റേഷ്യോയിലാണ് ഉള്ളത് വീഡിയോ. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് യൂട്യൂബിൻ്റെ റേഷ്യോയിലേക്ക് ആക്കണം. ഇവിടെ രണ്ടാമത്തായി നിൽക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ടിക്ടോക്കിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂട്യൂബിൻ്റെ ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയല്ലേ പണി, ബാക്കിയൊക്കെ നമ്മുടെ കൈൻമാസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ കൈൻമാസ്റ്ററിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ദ പ്രൊജക്റ്റ് വിൽ ബി ഓപ്പൺ ദ കൈൻമാസ്റ്റർ എന്നുള്ളതിൽ ക്യാൻസൽ ഓക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൈൻമാസ്റ്ററിലേക്ക് കയറുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കൈൻമാസ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി കൈൻമാസ്റ്റർ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഓപ്പൺ ആയിട്ട് നമ്മുടെ ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ കൈൻമാസ്റ്ററിലേക്ക് നമ്മൾ വീഡിയോ കാര്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല അവസാനം ഒരുപാട് ലെങ്ത്ത് കൂടി ഇൻട്രോ എന്ന് വേണമെങ്കിൽ പറയാം 19 സെക്കൻഡ് ഉണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ ക്രോപ്പ് ചെയ്യണം. അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ആ വീഡിയോയുടെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിപ്പ് ഗ്രാഫിക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്രാഫിക്സ് ഇവർ ആഡ് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് അതിൽ നിന്നും 1, 2, 3 അങ്ങനെ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഗ്രാഫിക്സ് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ തന്നെ. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, പിന്നെന്താ വെച്ചാൽ അടിയിലുള്ള മ്യൂസിക് നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ അവസാനം ഒരു പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് സോങ്. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൊന്ന് ആ സോങ് കേട്ടിട്ട് ആ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ആ സോങ് അത്രത്തോളം ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പം അത്രത്തോളം നമുക്ക് ട്രിമ്മിൽ നിന്നും സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇടത് ഭാഗത്ത് നിന്നും ട്രിം ചെയ്തിട്ടുണ്ട്. റൈറ്റിലും ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ട. ഉദ്ദേശിച്ചിട്ട് നടുക്കില്ല ബ്ലാക്ക് കളർ ഫോട്ടോ ഒക്കെ റിമൂവ് ചെയ്യാം. അവസാനം 2 യെല്ലോ കളർ ഫോട്ടോ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സോങ് പെട്ടെന്ന് നിൽക്കുന്ന നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ സോങ് കുറച്ചും കൂടി നീട്ടി അപ്പം കൃത്യമായി തോന്നിയതിന് ശേഷം വോളിയം എൻവലപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഡൗൺ ആക്കി കൊടുക്കാം. നമ്മുടെ അവസാനം ഫെയ്ഡ് ഔട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ അത് സ്ലോ ആയി നല്ല വൃത്തിക്ക് തന്നെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രോ മേക്ക് ആയിട്ടുണ്ട്. അപ്പം അവസാനം നമ്മുടെ അജു ടെക്നോയിൽ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എഫക്റ്റ് കാണാൻ പറ്റും. എന്നൊക്കെ ചിലതൊന്ന് ഒന്ന് വലുതാക്കിയ ശേഷം ഇവിടെ ക്ലിപ്പ് ഗ്രാഫിക്സിൻ്റെ സംഭവം ഉണ്ടാവും. അതിൽ നമുക്ക് നണ്ണാക്കി കൊടുക്കാം. അപ്പോൾ അതൊന്നും കൂടെ സെറ്റായി നമ്മുടെ ഇൻട്രോ ഫുൾ മേക്കിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് എടുക്കാം. അതിൽ നിങ്ങൾ തിരുത്തലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ കൈൻമാസ്റ്ററിലേക്ക് വരിക. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻട്രോ മേക്കിംഗ് വീഡിയോ. അപ്പോൾ അവസാനം ഞാൻ എന്നൊക്കെ വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഗ്രീൻ സ്ക്രീൻ ഉണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ സ്പ്ലിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം, അത്ര വലിയ ഭാഗം വേണ്ട. പക്ഷെ നമ്മുടെ നടുക്കിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്രോമാ കീ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചും സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ക്രോമാ കീ എന്നുള്ള ഓപ്ഷനിൽ കയറാം. എന്നിട്ട് അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതെന്നൊക്കെ വെച്ചാൽ നമ്മുടെ നടുക്കായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി അജു ടെക്നോൻ്റെ ഇടക്കായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഒറിജിനൽ ഇൻട്രോയിൽ അങ്ങനെയല്ല ആക്കിയത്. ഇപ്പോൾ ഞാൻ ഇവിടെ ആക്കിയതേ ഉള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ആക്കി നമ്മുടെ ഇൻട്രോ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്തായാലും വെച്ചാൽ, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രോയും കാര്യം ഇല്ലെങ്കിൽ, പ്രോപ്പറായ ഇൻട്രോ കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എന്തായാലും ഉപകാരപ്പെടും. നമ്മുടെ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉടനെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല ക്യാഷ് വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അജു സൈനിങ് ഔട്ട്.